കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പോലീസിനെ പോലും ഞെട്ടിച്ചു ഹോസ്റ്റലിൽ നിന്നും കണ്ടെത്തിയ കഞ്ചാവ് ശേഖരം. 10 കിലോ കഞ്ചാവ് കണ്ടെത്തിയെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ പിടികൂടിയത് 2 കിലോ കഞ്ചാവാണെന്നാണ് വിവരം. ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തെക്കുറിച്ച് സൂചന ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് റെയ്ഡിനെത്തിയത്. എന്നാൽ ഇത്ര വലിയ അളവിൽ കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നത് പോലീസുകാരെയും ഞെട്ടിച്ചു. കോളേജ് ഹോസ്റ്റലിലെ മുറിയിലെ അലമാരയിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. മദ്യക്കുപ്പികൾ, കോണ്ടം എന്നിവയും കണ്ടെടുത്തു. 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഹോസ്റ്റലിൽ 2 ഇടങ്ങളിലായി നടത്തിയ പരിശോധനയാണ് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. പാക്കറ്റുകളിലാക്കുന്നതിനിടയിലാണ് പിടികൂടുന്നത്. 2 എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം കൊളത്തൂപ്പുഴ സ്വദേശി ആകാശ് പ്രതിയാണ്. 1 കിലോ 909 ഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത്. രണ്ടാമത്തെ എഫ്ഐആറിൽ 2 പ്രതികളാണുള്ളത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ. കവർ ഉൾപ്പെടെ 9.70 ഗ്രാം കഞ്ചാവാണ് ഇവരുടെ മുറിയിൽ നിന്നും പിടിച്ചെടുത്തത്. കഞ്ചാവ് എത്തിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന. പോലീസിനെ കണ്ട് ഭയന്ന് ചില വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു. ഇവരെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ്. ഹോളി ആഘോഷത്തിനായി വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ വൻതോതിൽ ലഹരി സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടേക്ക് എത്തിയത്. സംഭവത്തെക്കുറിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും. ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഹോസ്റ്റലിൽ കഞ്ചാവ് കണ്ടെത്തിയ സംഭവം ഗൗരവതരമായ വിഷയമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യ സേവിയർ പ്രതികരിച്ചു.